LDF തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു എന്ന് പറയുമ്പോൾ ഇതിനകത്തൊന്നുമില്ല. ആൾക്കാർക്ക് മതിയായി. പഠിപ്പിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലിയില്ല. ഒരു ശാസ്ത്രീയപരമായിട്ട് റോഡ് നിർമ്മാണം ചെയ്തിട്ടില്ല. എന്തിനോ വേണ്ടി കുറച്ച് ടാറിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. 10 കൊല്ലമായിട്ട് അടുപ്പിച്ച് 10 വർഷം ആവാറായി LDF ഭരിക്കുന്നു. എന്നിട്ടൊരു സിറ്റിംഗ് MLAക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാർ വന്നാൽ മാത്രമേ ഇനിയുള്ള തലമുറ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ശക്തമായ മുന്നൊരുക്കങ്ങളുമായിട്ടാണ് UDF കളത്തിലിറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി വാർഡുകളിൽ യുവാക്കൾക്കുൾപ്പെടെ സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിത്വമാണ് പാങ്ങപ്പാറയിലേത്. പാങ്ങപ്പാറ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വാർഡ് വിഭജനത്തോടുകൂടി പുതുതായിട്ട് രൂപം കൊണ്ട ഒരു വാർഡാണ്. അവിടെ കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ നീതു രഘുവരനെയാണ്. നീതു നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. നമസ്കാരം. പറഞ്ഞതുപോലെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന ഒരു വലിയ ദൗത്യം മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നേരത്തെ മുട്ടടയിൽ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയിട്ടുള്ള വൈഷ്ണ സുരേഷിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു. അങ്ങനെ നിരവധി യുവാക്കൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഒരു മുഖമാണ് നീതു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്? എത്രത്തോളമുണ്ട് ഇത്തവണ ഈ വാർഡിലെ പ്രതീക്ഷ? ആദ്യമായിട്ട് വളരെ അഭിമാനമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിക്കുന്നത്. തന്നെ ഒരു 40 വർഷത്തെ കാലം എൻ്റെ അച്ഛൻ ഈ ഒരു പാർട്ടിയുടെ ഭാഗമായിരുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ. കഴിഞ്ഞ കുറച്ച് ഒരു 10-15 വർഷക്കാലമായിട്ട് ഞാനും കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടുവരികയാണ്. വളരെ അഭിമാനമായ നിമിഷമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സാഹചര്യം നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവാണ്. ഈ വാർഡ് ഇറങ്ങിയിട്ടുള്ള ഓരോ വീടുകളിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് ഇപ്പം കിട്ടുന്ന പ്രതികരണം. ഇപ്പം 4-5 റൗണ്ടുകളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം കൂടുതലും ജനങ്ങളെ അറിയാൻ വേണ്ടി 1 to 1 തന്നെ കയറി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഒപ്പം തന്നെ ഈ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയായിരുന്നു. ആ ജോലി രാജിവെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ കുടുംബത്തിന്റെ ഉൾപ്പെടെ ഒരു പിന്തുണ അതെങ്ങനെയാണ്? ഒരു 13 to 14 ഇയേഴ്സ് ആയിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലൊരു ഫാക്കൽറ്റിയാണ്. അധ്യാപനം വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനാണ് എനിക്ക്. പ്രൊഫഷണലായിട്ടൊരു പൊളിറ്റീഷ്യൻ ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇത്രയും നാൾ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോളേജിലും രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ നിന്നുള്ള എൻ്റെ ഫുൾ സപ്പോർട്ടാണ് അതിന് മെയിൻ കാരണം. കാരണം എൻ്റെ അച്ഛൻ വളരെ ബാക്ക് സപ്പോർട്ട് എനിക്ക് തന്നിരുന്നു. രാഷ്ട്രീയത്തിലോട്ട് വന്ന തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ നടക്കുമ്പോൾ ഞാനടങ്ങുന്നൊരു വിഭാഗം വീട്ടിൽ കയറി നിൽക്കുവാണെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള നല്ല ബോധം വന്നപ്പോഴാണ് ഞാൻ രാഷ്ട്രീയത്തിലോട്ട് കംപ്ലീറ്റ്ലി ഇറങ്ങി കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതും. അതെൻ്റെ അച്ഛൻ വളരെ നല്ലൊരു സപ്പോർട്ട് ചെയ്തു. പിന്നെ ഏറ്റവും പറയേണ്ടത് എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം കോളേജ് രാഷ്ട്രീയം മുതൽക്ക് തന്നെ എനിക്ക് എൻ്റെ ഒരു ഇൻവിസിബിൾ ഹാൻഡായിട്ട് എൻ്റെ ഒപ്പം നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. കൂടാതെ 2 കുട്ടികളായതിനാൽ 4-ലും 6-ലും പഠിക്കുന്ന കൊച്ചുമക്കളാണ്. എന്നിരുന്നാലും അമ്മയുടെ തിരക്കുകൾ പോലും അവരതുകൊണ്ട് മനസ്സിലാക്കി. അവിടെ നല്ല പിന്തുണയുണ്ട്. പിന്നെ സഹോദരങ്ങളുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അപ്പോൾ എല്ലാവരും നിന്നുള്ളൊരു നല്ലൊരു സപ്പോർട്ട് കാരണമാണ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തോട്ട് വന്നതും. അതുമാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള എൻ്റെ വിദ്യാർത്ഥികളുണ്ട്. അവർ കാരണമാണ് ഞാൻ കംപ്ലീറ്റ്ലി രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാൻ റീസൺ അതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ജോലിയില്ല. അതൊരു ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചിരുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചിറക്കുന്നു, അവർക്ക് നല്ലൊരു പ്രൊഫഷൻ, ഒരു നല്ല സാലറി, ഒരു പോസ്റ്റ് ഇല്ല എന്നൊരു ബോധ്യം വന്നപ്പോഴത്തേക്കുമാണ് പ്രതികരിച്ച് തുടങ്ങിയത്. പഠിപ്പിക്കുന്ന പ്രൈവറ്റ് കോളേജ് ടീച്ചർമാർക്കും ശമ്പളം നേരെ കിട്ടുന്നില്ല. കൂടുതലായിട്ട് ആഴ്ത്തി ചിന്തിച്ചപ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലായത് ഒരു മാറ്റം വളരെ അത്യാവശ്യമാണ്. നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാർ വന്നാൽ മാത്രമേ ഇനിയുള്ള തലമുറ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ എന്നൊരു ബോധത്തിലാണ് കംപ്ലീറ്റ്ലി വന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ 30 വർഷമായിട്ട് LDFന്റെ ഭരണത്തിലാണ്. സംസ്ഥാനത്തെ LDFന്റെ ഭരണമാണ്. അപ്പോൾ 2 തരത്തിലുള്ള ആന്റി ഇൻകംബൻസി നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ഭരണസമിതി നോക്കുകയാണെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷമായ ചില വിമർശനങ്ങളുണ്ട്. വലിയ വിവാദങ്ങൾ അവർ ചെന്നപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പറയുന്ന പോലെ സ്വന്തക്കാരെയും ഒക്കെ തന്നെ പിൻവാതിലൂടെ തിരികെ കയറ്റുന്ന വിഷയങ്ങൾ. അപ്പോൾ അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ എടുത്തു പറയാനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ ഈ പാങ്ങപ്പാറയിൽ ഈ വാർഡിൽ ഇറങ്ങുമ്പോൾ പ്രചരണ രംഗത്ത് പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടുന്ന എന്തൊക്കെ വിഷയങ്ങളാണ്?
ഞാനിപ്പോൾ ഓരോ വീടുകളിലും പോയി സംസാരിച്ചപ്പോഴത്തേക്കും എനിക്ക് കൃത്യമായിട്ട് അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ പല സ്ഥലത്തും റോഡുകളില്ല. അപ്പോൾ നിങ്ങൾ വരുന്ന വഴികൾ നോക്കി കഴിഞ്ഞാൽ കുണ്ടും കുഴിയും വളരെ കഷ്ടമാണ്. അത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ശാസ്ത്രീയപരമായിട്ട് ഒരു റോഡ് നിർമ്മാണം ചെയ്തിട്ടില്ല. എന്തിനോ വേണ്ടി കുറച്ച് ടാറിട്ട് പോകുന്നൊരവസ്ഥയാണ്. അപ്പം ചില സ്ഥലത്ത് നമുക്ക് ഓട നിർമ്മിക്കേണ്ട സാഹചര്യമുണ്ട്. അതവർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ സിറ്റിംഗ് കൗൺസിലർ എന്ന് വെച്ചാൽ എൽഡിഎഫിൻ്റെയാണ്. അദ്ദേഹം അതിന് മെനക്കെട്ടില്ലാന്ന് വേണം പറയാം. ഇപ്പോൾ ഒരു 40 വർഷം ഏകദേശമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ എൽഡിഎഫിൻ്റെ കീഴിലാണ്. ഇത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അടുപ്പിച്ച് 10 വർഷം ആവാറായി എൽഡിഎഫ് ഭരിക്കുന്നു. എന്നിട്ടൊരു സിറ്റിംഗ് എംഎൽഎക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായി എല്ലാവരും എന്നോട് പറയുന്നത് ഈ റോഡ് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരൂ എന്നാണ് പറയുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ടൊന്നും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. പല സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റേ ഇല്ല. അപ്പം ഈ കൊച്ചു കുട്ടികൾ എന്നോട് പറഞ്ഞേന്നു ടീച്ചർ ഞാൻ സ്കൂളിലൊക്കെ കഴിഞ്ഞ് ട്യൂഷനൊക്കെ പോകുന്ന സമയത്ത് വളരെ പാടാണ്. വെട്ടവും വെളിച്ചവും പാടാണ്. അതിൻ്റെ ഒപ്പം തെരുവ് നായ ശല്യവും കൂടെ വരുമ്പോഴത്തേക്കും അവർക്ക് പേടിയാണ്. ടീച്ചർ ഒന്ന് ജയിച്ച് വരുമ്പോൾ ഞങ്ങൾക്കൊന്ന് സ്ട്രീറ്റ് ലൈറ്റും തെരുവ് നായ ശല്യത്തിൻ്റെയും കാര്യങ്ങളൊന്ന് ചെയ്തു തരണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഈ മാലിന്യ സംസ്കരണം നോക്കുവാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇല്ല. ഇതൊക്കെ തന്നെയാണ് ഞാൻ ഈ വാർഡിൽ ഇറങ്ങി നടക്കുമ്പോൾ കാണുന്ന മെയിൻ കാര്യം. പിന്നെ പല സ്ഥലത്തും നമ്മൾ കോർപ്പറേഷൻ അനുവദിച്ചിരുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാകുന്നു. സാധാരണക്കാരായ പല ആൾക്കാർക്കും അവരുടെ അവകാശങ്ങൾ പോലും അറിയില്ല. അപ്പം ഈ ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന് പോലും അവർക്കറിയാത്ത ഇതുണ്ട്. അപ്പം അവരോടൊക്കെ സത്യം പറഞ്ഞാൽ ഇത്രയും കൊല്ലമായിട്ട് വളരെ രീതിയിലുള്ള അനീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണമെന്നാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തവണ മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ UDF കോൺഗ്രസ് മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശബരിനാഥനെ പോലെ യുവമുഖം, ഈ നഗരത്തിന് പ്രിയങ്കരനായിട്ടുള്ള പരിചിതനായിട്ടുള്ള ഒരു ആളെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി യുവാക്കൾക്ക് യൂത്ത് കോൺഗ്രസിലായാലും KSUവിലാണെങ്കിലും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നു. അതേസമയം തന്നെ നമ്മൾ ഉള്ളൂരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പരിചയസമ്പന്നരായിട്ടുള്ള മുതിർന്ന ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സ്ഥാനാർത്ഥിത്വത്തിലും ഉൾപ്പെടെ ശക്തമായ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. മുന്നൊരുക്കം ശക്തമായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളമാണ് ഇത്തവണ ഈ കോർപ്പറേഷനിലേക്ക് വിജയിച്ച് കയറാൻ, ഭരണത്തിലേക്ക് കയറാനുള്ള കോൺഗ്രസിൻ്റെ ഒരു സാധ്യത? വളരെ ഈ ഒരു മാറ്റം ജനങ്ങൾ അത്യാവശ്യം ആഗ്രഹിച്ചിരുന്നത്. ഇപ്പം ശബരിനാഥ് അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി തന്നെ അതിന് നമ്മൾ കൊടുക്കുന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ജനങ്ങൾക്ക്. കാരണം അദ്ദേഹത്തിനെ പോലത്തെ ഒരു മേയർ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന വേറൊരു പാർട്ടിക്കും കിട്ടില്ല, പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം അദ്ദേഹം വരുമ്പോൾ തന്നെ എത്രത്തോളം നമ്മളെ പാർട്ടി അതിന് എത്ര സീരിയസ് ഉണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. കാരണം ജനങ്ങളെല്ലാവരും പറയുന്നത് വെച്ചാൽ നമ്മളെങ്ങനെയും എല്ലാ കോൺഗ്രസ്സിലുള്ള എല്ലാവരും ജയിച്ച് വന്ന് അദ്ദേഹത്തിൻ്റെ കീഴിലൊരു പുതിയ സഭ വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓരോ വീട്ടിൽ കയറുമ്പോഴും ഇപ്പം പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പാർട്ടി നോക്കുന്നില്ല, എങ്ങനെയെങ്കിലും ശബരിനാഥിൻ്റെ കീഴിൽ എല്ലാവരും വിജയിച്ച് വരാൻ വേണ്ടി മാത്രമാണ് അവർ നോക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നാലും BJPയിൽക്കാരായിരുന്നപ്പോൾ ഞങ്ങളോട് പറയുന്നുണ്ട്, ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഞങ്ങൾ എല്ലാവർക്കും വോട്ട് നൽകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നു. കാരണം അവർ മാറ്റം അത്യാവശ്യമാണ്. 40 വർഷം LDF തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു എന്ന് പറയുമ്പോൾ ഇതിനകത്തൊന്നുമില്ല. ആൾക്കാർക്ക് മതിയായി. ഇനിയൊരു അടുത്തൊരു 9.5 കൊല്ലത്തോളമായി. ഇനി അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. ഇപ്പം എങ്ങനെയെങ്കിലും ഈ വരുന്ന എല്ലാ യുവജനങ്ങളും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ സഭയിൽ വരണമെന്നാണ് ഇവിടുത്തെ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ്. അതിന് അവസാനമായിട്ട് ഈ വീട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാക്കി മാറ്റിയുള്ള പ്രവർത്തനമാണ്. എന്താണ് അങ്ങനെ ഒരു തീരുമാനം? ഞാൻ ജനിച്ച് വളർന്നത് ഇവിടെയാണ്. പാങ്ങപ്പാറ വാർഡിൽ ഈ വീടെന്ന് പറയുന്നത് ഈ പാങ്ങപ്പാറ വാർഡിൽ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ 40 കൊല്ലത്തിന് എബോവായി പാർട്ടി വർക്കറാണ്. എൻ്റെ അച്ഛൻ ഇപ്പം ഇല്ല, ഒരു 60 ദിവസമായിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ 16 അടുപ്പിച്ചാകുമ്പോൾ തിരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതും യൂത്ത് കോൺഗ്രസ്സുകാരിയായി എനിക്കൊരു അവസരം നൽകുന്നതും. ഈ ഒരു വീടെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാമായിരുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് നിന്നത്, പാർട്ടിക്ക് വേണ്ടിയാണ് നിന്നത്. അപ്പം ഞാൻ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെയായിരിക്കും തുടക്കം കുറിക്കേണ്ടതും. അത് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും. കാരണം ഇത് തന്നെ ഞാൻ ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും എൻ്റെ ഓഫീസ്. അത് നാട്ടുകാർക്ക് ഉറപ്പുള്ള കാര്യമാണ്. ജയിച്ച് വരുമ്പോൾ ഈ ഒരു കുറച്ച് കാർഡ് പോർച്ച് എൻ്റെ ഓഫീസായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തന്നെ അന്നും വർഷങ്ങളായിട്ട് ഈ കഥ എന്നും തുറന്നു കിടക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനിയും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്
ഇത് തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായിട്ട് മാറ്റിയിരിക്കുന്നത്. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.